നിങ്ങൾക്ക് അയ്യപ്പ ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം നിങ്ങൾ പിൻവലിക്കണം. തയ്യാറുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രി ശബരിമല ഏറ്റുമാനൂരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ശബരിമലയിൽ സീസണിൽ 1-ാം തീയതി ആളല്ലോ. പതുക്കെ 7.5 പൊന്നാന മഹാദേവന്റെ 7.5 പൊന്നാന എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ. പക്ഷെ ഏറ്റുമാനൂരിൽ ഭക്തരും ജനങ്ങളും അമ്പലം വളഞ്ഞു, കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഏറ്റുമാനൂരിലെ മഹാദേവന്റെ 7.5 പൊന്നാന ഏതെങ്കിലും കോടീശ്വരന്റെ വീട്ടിലിരുന്നേന് അതും വിൽക്കുമായിരുന്നു. കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കൊള്ള ചെയ്യുന്നവന്റെ, ഭഗവാന്റെ സ്വർണം കൊള്ള ചെയ്തവന്റെ കമ്മീഷൻ അടിക്കുന്ന ആളുകളുള്ള നേതൃത്വമാണ് കേരളത്തിലെ ഗവൺമെന്റിനുള്ളത്. അതിനെതിരായിട്ടുള്ള കേരളത്തിലെ ഭക്തരുടെ പ്രതിഷേധമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രകടിപ്പിക്കുന്നത്. ഞങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല. ഇതിലെ യഥാർത്ഥ കുറ്റവാളികളെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ, ഈ കവർച്ച ചെയ്ത സാധനങ്ങൾ മുഴുവൻ അയ്യപ്പന്റെ ക്ഷേത്ര സന്നിധിയിൽ തിരിച്ചെത്തുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ സമരവുമായി മുന്നോട്ട് പോകും. നമുക്കറിയാം, കള്ളന്മാർക്കൊരു കുഴപ്പമുണ്ട്. കള്ളന്മാര് നടത്തിയ കളവ് ആരും അറിഞ്ഞില്ലെങ്കിൽ അവര് പിന്നെ എന്ത് ചെയ്യും? വീണ്ടും കാക്കാൻ പോയതാ. അയ്യപ്പൻ ഇടപെട്ടത് കൊണ്ട് രക്ഷപ്പെട്ടു. അയ്യപ്പന്റെ തങ്ക വിഗ്രഹം കൂടി അവന്മാരെ അടിച്ചുകൊണ്ടുപോയത്. ഇപ്പൊ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയാ, എനിക്ക് കുറച്ച് കിട്ടിയുള്ളൂ, ബാക്കി മുഴുവൻ അവന്മാരെ അടിച്ചുകൊണ്ടുപോയത്. ഏതാവന്മാരെ അടിച്ചുകൊണ്ടുപോയത്? പറയണം പിണറായി വിജയൻ. ആരാണ് അടിച്ചുകൊണ്ടുപോയതെന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അയ്യപ്പന്റെ സ്വർണവും അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹവും ആരാണ് കട്ടുകൊണ്ടുപോയി വിറ്റത് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പറയണം. ഭക്തരുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കിയ സ്വർണ്ണ കൊള്ളയാണ് നിങ്ങൾ ശബരിമലയിൽ നടത്തിയത്. ഭഗവാന്റെ സ്വർണം കൊള്ള ചെയ്തവന്റെ കമ്മീഷൻ അടിക്കുന്ന ആളുകളുള്ള നേതൃത്വമാണ് കേരളത്തിലെ ഗവൺമെന്റിനുള്ളത്. നിങ്ങൾ എന്നിട്ട് കപട അയ്യപ്പ ഭക്തിയുമായി നിങ്ങൾ പമ്പയിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് അയ്യപ്പ ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം നിങ്ങൾ പിൻവലിക്കണം. തയ്യാറുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരക്കണക്കിന് സ്ത്രീകളടക്കം നാമജപ ഘോഷയാത്ര നടത്തിയതിനെടുത്ത കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ആ കേസുകളിൽ പ്രതികളായ ഭക്തജനങ്ങൾ വിഷമിക്കേണ്ട. 2026 ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരും. അന്ന് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ UDF സർക്കാർ ആദ്യത്തെ മാസം ഈ കേസുകൾ മുഴുവൻ പിൻവലിക്കും. ഞങ്ങൾ വാക്കാണ്. UDFന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി ഞങ്ങൾ തരുന്ന വാക്കാണ്. വേദിയിലിരിക്കുന്ന മുഴുവൻ നേതാക്കൾക്കും വേണ്ടി ഞങ്ങൾ തരുന്ന വാക്കാണ്. ആ കേസുകൾ പിൻവലിക്കും.